everyone, welcome back to another day, another story. ഇന്ന് നല്ല വെതറാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സണ്ണി ഡേ സ്പെഷ്യലാക്കാൻ ഞാൻ പോകുന്നത് ഔക്സ്ബുർഗിലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്ക് കാണാനാണ്. അതെ, സ്റ്റെംപ്ലസേ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇന്നത്തെ എൻ്റെ യാത്ര ട്രാമിലാണ്. അപ്പോൾ ഞാൻ ട്രാം വെയിറ്റ് ചെയ്തിരിക്കുവാണ്. എനിക്ക് സ്ട്രാസൻബാനിൽ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സ്ട്രാസൻബാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ജർമ്മൻ വേർഡാണ്. ട്രാം എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്. കാരണം ഇത് സിറ്റീസിൻ്റെ ഉള്ളിൽ കൂടി, കുഞ്ഞു കുഞ്ഞു സ്ട്രീറ്റ്സിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് അവിടുത്തെ ഒരു ലോക്കൽ ലൈഫും അവിടുത്തെ ആളുകളും അവിടുത്തെ ബിൽഡിങ്സ് എല്ലാം കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഭയങ്കര ഫീൽ ചെയ്തിട്ടായിരിക്കും ട്രാവൽ ചെയ്യുക. അതുകൊണ്ട് എനിക്ക് ട്രാമിൽ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ദാ ഇവിടെ ഇറങ്ങി. ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. നടന്നിട്ടാണ് നമ്മൾ സ്റ്റെംപ്ലസേയിലേക്ക് എൻ്റർ ആവുന്നത്. ഇതാ ഈ സ്ഥലത്ത് കൂടെ കൂടെ നടക്കുമ്പോഴല്ലോ ഇതുപോലെയുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെയൊക്കെ ഫുൾ സൈലൻ്റ് ആണ്. ആ ഒരു ട്രീസിൻ്റെ ഇടയിൽ കൂടി വരുന്ന ആ ഒരു വെളിച്ചം, സൺലൈറ്റ്, കിളികളുടെ ശബ്ദം, ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ റിഫ്രഷ് ആക്കും. ഭയങ്കര ഒരു കാംനെസ് തരും. ഇതുണ്ടല്ലോ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ സൈഡിലൊക്കെ വേണമെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ കിടക്കാനോ അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ നമ്മൾ നോക്കരുത്. അതിൻ്റെ ഒരു ചെളിയാണ് കെട്ടിക്കിടക്കുന്നത്, താഴത്തേക്ക് പോകും. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആരും അവിടെ കാല് നനയ്ക്കാനെന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഇറങ്ങുന്നതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. പോകുന്ന വഴിക്ക് അതായത് ഇതുപോലെ കുറേ ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നോക്കുമ്പോഴത്തേക്കും അവിടെ കുറേ കുഞ്ഞു കുട്ടികൾ, ചെറിയ കുട്ടികളില്ലേ, ഇവരിങ്ങനെ നടന്നു പോയി. ഇവരും ആ ഒരു സ്റ്റെംപ്ലസേ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്, ബാഗൊക്കെ പിടിച്ച്. കാണുമ്പം നമ്മൾ വിചാരിക്കും, ഓ ഇത്രയും ദൂരം ഈ കുഞ്ഞു മക്കൾ നടക്കുകയല്ലേ, എന്ത് രസമായിരുന്നു പറയാം കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എന്താ ഇരിക്കുന്നതിൻ്റെ ചുറ്റുള്ളൊരു വ്യൂ ആണിത്. എന്തൊരു ഭംഗിയാണെന്ന് പറയാം കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കറക്റ്റ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഈ ഒരു ആ താഴത്തെ പുല്ലിലൊക്കെ കുഞ്ഞു കുഞ്ഞു മഞ്ഞ പൂക്കളാണ്. ആ മഞ്ഞ പൂക്കളും ആ ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള ആ പുല്ലും മരങ്ങളും, ഓ നല്ല ഭംഗിയാണ്. നമുക്കവിടെ കുറേ നേരം ഇരുന്ന് നമുക്ക് നല്ല രസമാണ് അവിടെ ഇരിക്കാൻ. നമ്മളെപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ പോകണം കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇതിലേക്ക് ആ സൺലൈറ്റ് അങ്ങ് അടിക്കുമ്പോഴല്ലോ വേറൊരു തരം കളറാണ്. ഇപ്പോഴത്തെ ഗ്രീൻ ആണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഓറഞ്ച് കളറാണ്. അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എന്താ സ്റ്റെംപ്ലസേൻ്റെ അവിടെ എത്തി. ഈ ഒരു ഏരിയയിൽ സ്റ്റെംപ്ലസേയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻട്രി മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് വഴികൾ അവിടെ ഉണ്ട്. ഇത് ആ സ്റ്റെംപ്ലസേയിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്ന ഒരു ഫസ്റ്റത്തെ കാഴ്ചയുണ്ട്. ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്. അങ്ങനെ അവിടെ വെച്ച് ഞാനൊരു അപ്പൂപ്പനെ പരിചയപ്പെട്ടു. അപ്പോൾ അപ്പൂപ്പന് അവിടുത്തെ ഒരു മാപ്പുണ്ട്. അതായത് ഈ ഭാഗത്തുള്ള എങ്ങോട്ട് പോകണമെങ്കിലും ഇത് ഈ മാപ്പ് നോക്കി പോയാൽ മതി. അപ്പോൾ അപ്പൂപ്പൻ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത്, നിനക്ക് എന്താണ് കാണേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സ്റ്റെംപ്ലസേയാണ് കാണേണ്ടത്. അപ്പോൾ പുള്ളി പറയുവാണ്, ഇതാ എനിക്ക് മാർക്ക് ചെയ്ത് കാണിച്ചു തരുവാണ്, ഇതാ ഇവിടെയാണ് സ്റ്റെംപ്ലസേ ഉള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു ഇവിടെ വേറെ ഏതെങ്കിലും സ്ഥലമുണ്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് നോക്കുമ്പോൾ പുള്ളി എനിക്ക് പറഞ്ഞു തരുവാണ്, ഇതാ ഇവിടെ ഒരു കൂസേ എന്ന് പറയുന്ന ഒരു ലേക്കും കൂടി ഉണ്ട്. അപ്പോൾ അതും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. അത് കുറച്ചും കൂടി വലുതാണ്, നല്ല വലുതാണെന്ന് പുള്ളി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റെംപ്ലസേയിലേക്ക് എൻ്റർ ചെയ്യുവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം ചുറ്റും കാടാണ്. ആ കാടിൻ്റെ ഉള്ളിലാണ് ഈ ലേക്ക് ഉള്ളത്. അവിടെ ഒരുപാട് ഡക്സും അങ്ങനെ ഒരുപാട് അരയന്നങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലെന്ന് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിന് ചുറ്റും ഫുൾ കാടാണ്. അപ്പം അതിൽ കൂടി നടന്നിട്ട് വേണം നമുക്കിത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനാണ് ഞാൻ വന്നത്. സോ ഞാൻ പറഞ്ഞില്ലേ ചുറ്റും മരങ്ങളാണ്. ഇവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ, കുട്ടികളായിട്ടും അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്കൊക്കെ വരുന്ന, ഇവിടെ ഭയങ്കര റിലാക്സ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട്. സ്റ്റെംപ്ലസേ എന്ന് പറഞ്ഞാൽ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. സ്റ്റെംപ്ലസേ എന്ന് പറയുന്നത് ഫിഷുകളുടെ, അതായത് വെറൈറ്റീസ് ഓഫ് ഫിഷുകളുടെ ഒരു ഹോമാണെന്നാണ് പറയുന്നത്. ഒരുപാട് മരങ്ങളും കാടും വൈൽഡ് ആനിമൽസും ഇതെല്ലാം കൂടി ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ലേക്കാണ് സ്റ്റെംപ്ലസേ. ദിസ് ഈസ് എ പെർഫെക്റ്റ് സ്പോട്ട് ഫോർ എനിവൺ ഹൂ ലവ്സ് നേച്ചർ. 1920 ഈ ലേക്ക് ഒരു ചരൽക്കുഴി ആയിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു ലേക്കിൻ്റെ അവിടെ എത്തിയതൊന്നും ആദ്യം കണ്ടപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഷോക്കായിരുന്നു ആദ്യം. ഈ വെള്ളം ഉണ്ടല്ലോ നല്ല ക്ലിയർ ആണ്. അതുപോലെ തന്നെ സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പം ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ് എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു എഫക്റ്റ് ആയിരിക്കും ഈ വെള്ളത്തിന്.
കുറേ വെറൈറ്റീസ് ഓഫ് താറാവുകളുണ്ട്. അതുങ്ങളൊക്കെ ഇങ്ങനെ നീന്താൻ കാണാൻ വേണ്ടി എന്ത് രസമാണെന്നറിയോ. അതേപോലെ തന്നെ അരയണ്ണങ്ങളും ഇതിലൊരുപാട് ഓഫ് ബേർഡ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സ്റ്റംഫ്ലസയിൽ. ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എവിടെയെങ്കിലും പോയിരിക്കുമ്പോൾ എനിക്ക് ആ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടാൽ ഞാൻ അതിനെപ്പറ്റി എഴുതി വെക്കാറുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും ഞാനത് വായിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് വിഷ്വൽ ചെയ്യാൻ പറ്റണം എന്നുള്ളത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ സ്ഥലത്തെത്തിയപ്പോഴും എങ്ങനെയാണ് എഴുതാതിരിക്കും, നിങ്ങൾ തന്നെ പറ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ ഇവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര ഒരു നമ്മുടെ മെൻ്റൽ ഹെൽത്തൊക്കെ ഇല്ലേ നമുക്കെന്തോ തിരിച്ച് കിട്ടുന്ന പോലെയൊക്കെയാണ്. സീരിയസ്ലി ആ ഒരു കാറ്റിൻ്റെ ശബ്ദം, കിളികളുടെ ശബ്ദം, ഈ ഒരു വെള്ളത്തിൽ ഇവിടുത്തെ ട്രീസിൻ്റെ ഷാഡോസ്, ഇതൊക്കെ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, നേച്ചർ ഈസ് ട്രൂലി മാജിക്കൽ. എവറി സ്റ്റെപ്പ് ആൻഡ് എവറി കോർണർ ഗിവ്സ് എ ന്യൂ സർപ്രൈസസ്. കുഞ്ഞു കുഞ്ഞു പൂക്കളും വലിയ വലിയ മരങ്ങളും കാമായിട്ടുള്ള വെള്ളവും. സീരിയസ്ലി യു ഫീൽ കണക്റ്റഡ് വിത്ത് എവറിത്തിങ് അറൗണ്ട്. എന്തായാലും സ്റ്റെംഫ്ലസ എനിക്ക് ഒരുപാട് 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 ഇഷ്ടമായി. ഇതൊരു ആർട്ടിഫിഷ്യൽ ലേക്കാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ഈ എൻ്റർ ചെയ്തിട്ട് ഈ ഒരു ഈ റൗണ്ടിൻ്റെ ഉള്ളിലാണ് ഈ ലേക്ക് ഉള്ളത്. അപ്പം ഈ ലേക്കിന് ചുറ്റിയായിട്ടാണ് നമ്മൾ തിരിച്ച് വെളിയിലേക്ക് ഇറങ്ങുക. ഇപ്പം ഞാനുള്ളത് ഇപ്പുറത്തെ സൈഡിലാണല്ലോ. ഞാൻ നടന്നിരുന്ന അപ്പുറത്തെ സൈഡിൽ എത്തിയപ്പോഴത്തേക്കും കുറച്ചും കൂടി കാട് ഏരിയയാണ് അവിടെ. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ ഈ കുട്ടി വീട് കണ്ടില്ലേ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും പിന്നെ ഉള്ളിലേക്ക് വേറെ ഒരുപാട് കണക്ട് ചെയ്യുന്ന കുറേ വഴികളും അങ്ങനെയുള്ള കുറേ കാഴ്ചകളായിരുന്നു ആ അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നത്. ഇവിടെ വരുമ്പോണ്ടല്ലോ നമ്മളെ റിമൈൻഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈഫിൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ എത്ര ബ്യൂട്ടിഫുൾ ആണെന്നും സ്മോൾ തിങ്സ് എത്ര ട്രഷർ വർത്തി ആണെന്നൊക്കെ ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. എനിക്ക് മനസ്സിലായി, നേച്ചർ ടീച്ചേഴ്സ് പീസ്, പേഷ്യൻസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. അങ്ങനെതാ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി സ്റ്റെംഫ്ലസ എല്ലാം കണ്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ നേരത്തെ വന്നത് സ്റ്റെംഫ്ലസയിലാണ്. അപ്പോൾ അവിടെ വെച്ച് ഞാനൊരു അപ്പൂപ്പനോട് സംസാരിച്ച് ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പൂപ്പൻ എൻ്റെ അടുത്ത് ചോദിച്ചു വീഡിയോ എടുക്കുവാണോ എന്നൊക്കെ. അപ്പോൾ അപ്പൂപ്പനാണ് പറഞ്ഞു തന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് കുറച്ചും കൂടി വലിയ സേ ഉണ്ട്. ഇവിടെ നിന്ന്, അതായത് സ്റ്റെംഫ്ലസേൻ്റെ അവിടെ നിന്ന് ഒരു 2.5 കിലോമീറ്റർ എന്തോ ഉണ്ട് അങ്ങോട്ടേക്ക്. അപ്പം ഇത് ഫുള്ളൊരു കാടാണ്, അതിൻ്റെ നടുക്ക് ഒരു റോഡാണ്. അപ്പം കുറേ ആളുകളുണ്ട് ഇവിടെ. കുറേ ആളുകൾ ഇപ്പോൾ സമ്മറല്ലേ, അപ്പോൾ അതുകൊണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ ഫുൾ സൈക്ലിങ്ങും പിന്നെ കുറേ ഹൈക്കിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ക്രൂസേ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു പകുതി വഴി എത്തിയെന്ന് തോന്നുന്നു. ഇനിയുണ്ടോ നടക്കാൻ? യെസ്, അത് കഴിയുമ്പോൾ നമ്മൾ ക്രൂസയിലെത്തും. ഞാനിപ്പോൾ കുറേ നടന്നു, എനിക്ക് വിശന്നിട്ട് വയ്യ. എനിക്ക് വിശന്ന് കഴിയുമ്പോൾ ഭയങ്കര ടയേർഡാവുന്ന പോലെ ഫീൽ ചെയ്യും. ആ അപ്പൂപ്പനെ പരിചയപ്പെട്ടെന്ന് പറഞ്ഞില്ല, അപ്പൂപ്പൻ പറഞ്ഞത് എൻ്റെ അടുത്ത് അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അറിയത്തില്ല, എനിക്ക് എന്തെങ്കിലും ഇപ്പോൾ കഴിക്കണം. ഇവിടെ ഒരുപാട് പ്രായമുള്ള ആളുകളുണ്ട്. കുറേ അപ്പൂപ്പന്മാരമ്മമാരൊക്കെ സൈക്ലിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് ഒത്തിരി റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നാണ് ഇപ്പോൾ ഞാനൊരു അപ്പൂപ്പനെ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. സോ ചെല്ലണം, നമുക്കൊന്ന് ഫുഡ് കഴിക്കണം, എന്നാലേ നമുക്ക് ബാക്കി നടക്കാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ. ഓ, ഭയങ്കര ഭംഗിയാണ് ഇതിൽ കൂടി നടക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പം ഒരു വഴി തന്നെ കണക്ട് ചെയ്ത് വേറെ ഒത്തിരി വഴികളുണ്ട്. അവിടെ ഫുൾ മരങ്ങളും, അയ്യോ ഭയങ്കര ഭംഗിയാണ്. പിന്നെ നമുക്ക് ക്രൂസയിലേക്കാണല്ലോ പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ നടക്കുന്നുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കണക്ട് ചെയ്യുന്ന ഒത്തിരി വഴികളുണ്ടെന്ന് പറഞ്ഞില്ലേ. ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ കണക്ട് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോകുന്ന ഒരുപാട് വഴികൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട് ഈ വഴികളിൽ. സൈക്ലിംഗ് ചെയ്യുന്നവരാണെങ്കിലും നടക്കാൻ പോകുന്നവരാണെങ്കിലും എല്ലാവരും ഒരു ഡയറക്ഷനിലേക്കല്ല പോകുന്നത്. എന്നാലും ക്രൂസയിലേക്കാണ് ഒത്തിരി പേര് നടന്നും സൈക്ലിങ്ങും ഒക്കെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് കേട്ടോ ക്രൂസയിലേക്കുള്ള ആദ്യത്തെ എൻട്രൻസ്. ഈ വഴിയാണ് നമ്മൾ നേരെ ക്രൂസയിലേക്ക് പോകുന്നത്. ഇത് ആക്ച്വലി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡാമിൽ നിന്നാണ്. ഇവിടെ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഭയങ്കര വെയിലായിരുന്നു. വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നല്ല വെതറായിരുന്നു, പക്ഷെ വെയിൽ കൂടിയിട്ടുണ്ടല്ലോ, നടക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് ഭയങ്കര രസമാണ് കേട്ടോ ഈ ഡാം കാണാൻ വേണ്ടിയിട്ട്.
നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ വലിയൊരു ഇൻഫർമേഷൻ ബോർഡുണ്ട്, എന്താണ് ഈ ഡാം, എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. ഈ ഡാം ക്രോസ് ചെയ്ത് പിന്നെയും കുറേ കൂടെ നടന്നു കഴിയുമ്പോഴാണ് നമ്മൾക്ക് ഖൂസെ കാണാൻ വേണ്ടി കഴിയുക. ഇത് കണ്ടില്ലേ, എന്തൊരു ഭംഗിയെന്ന് പറയുക കാണാൻ വേണ്ടിയിട്ട്. നല്ല ക്രിസ്റ്റൽ ബ്ലൂ കളറിലെ വെള്ളമാണ്. ആ വെള്ളത്തിൻ്റെ ശബ്ദം ഉണ്ടല്ലോ, വേറെ ഒന്നുകൂടെ കേൾക്കാൻ പറ്റില്ല, ഭയങ്കര ശബ്ദമാണ് വെള്ളത്തിന്. അതേപോലെ തന്നെ ആ വെള്ളം ഉള്ളതുകൊണ്ട് നല്ല തണുത്ത കാറ്റുമാണ് വരുന്നത്. അത്രയും വെയിലുണ്ടായിട്ട് പോലും നല്ല തണുത്ത കാറ്റാണ് വരുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറേ വീഡിയോ ക്ലിപ്സൊക്കെ എടുത്തിട്ട് പിന്നെ മുന്നോട്ടങ്ങ് നടന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് അവിടെ ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റ്. പക്ഷേ അവിടെ വേണ്ട രീതിയിലുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല. ഞാൻ പിന്നെയും മുന്നോട്ട് നടന്നു. ഞാൻ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഖൂസേൻ്റെ അടുത്ത് നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഖൂസയിലേക്ക് പോകുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഒത്തിരി ഉണ്ട്, നമ്മൾ വരുന്ന വഴിക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെ ബോട്ട് റൈഡൊക്കെ ഉണ്ട്, അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാം. ഞാനപ്പോൾ നേരെ ഖൂസയിലേക്കാണ് നടന്നത്. ഈ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഒരുപാട് ഒത്തിരി മെന്യൂസൊന്നുമില്ല, പക്ഷെ എന്നാലും ഡീസൻ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെനു ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. ഈ ഖൂസെ എന്ന് പറയുന്നത് ഔക്സ്ബുർഗിൽ ഹോക്സോൾ ജോഡിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. ആർട്ടിഫിഷ്യൽ ലേക്ക് 1970s ഫ്ലഡ് പ്രൊട്ടക്ഷൻ പ്രൊജക്റ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ലേക്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 17 hectares ആണ്. ലെങ്ത് വരുന്നത് അപ്രോക്സിമേറ്റ്ലി 1100 മീറ്ററും വിഡ്ത്ത് 230 മീറ്ററും. അതിൻ്റെ മാക്സിമം ഡെപ്ത് വരുന്നത് 5 മീറ്ററുമാണ്. ഇന്ന് ഖൂസെ എന്ന് പറയുന്നത് ലോക്കൽസിൻ്റെയും വിസിറ്റേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. സമ്മർ ആയി കഴിഞ്ഞാൽ ഖൂസെ ഫുള്ളാണ് ആക്ച്വലി. നേച്ചർ ഇവിടെ ഇൻക്രെഡിബിൾ ആണ്. എവറി സ്റ്റെപ്പ്, എവറി വ്യൂ ഗിവ്സ് പീസ്, ജോയ് ആൻഡ് ഇൻസ്പിറേഷൻ. ഇറ്റ് റിമൈൻഡ്സ് യു സിംപ്ലിസിറ്റി ഈസ് ബ്യൂട്ടി ആൻഡ് ബീയിങ് പ്രസന്റ് ഈസ് ഇനഫ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.